എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് 2026 കേരള PSCയുടെ കറന്റ് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. നിങ്ങൾ മാക്സിമം എല്ലാ ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, താഴെ പറയുന്നവരിൽ ആർക്കാണ് 2024 സാമ്പത്തിക ശാസ്ത്രത്തിന് നൊബേൽ പുരസ്കാരം ലഭിച്ചത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, സൈമൺ ജോൺസൺ. 2025 ജോൺ ക്ലാർക്ക്, മൈക്കൽ ഡെവോറൈറ്റ്, ജോൺ മാർട്ടിനിസ് എന്നിവർ നേടിയത് ഏത് പുരസ്കാരമാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, നൊബേൽ സമ്മാനം ഭൗതിക ശാസ്ത്രത്തിലാണ് ഇവർ 3 പേരും നേടിയത്. 2025 രസതന്ത്ര നൊബേൽ സമ്മാനം ഏതിന്റെ കണ്ടുപിടുത്തത്തിനാണ് നൽകപ്പെട്ടത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്ക്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ ആർച്ച് ബ്രിഡ്ജ് ഏത് നദിക്ക് മുകളിലാണ്? ആൻസർ ഓപ്ഷൻ ബി, ചെനാബ്. ഇന്ത്യയുടെ 2025 സ്വാതന്ത്ര്യ ദിനാഘോഷവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് ഏതാണ്? പ്രസ്താവനകൾ നോക്കാം. ആദ്യത്തേത് 78ാമത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷമായിരുന്നു. അത് തെറ്റാണ്. 80ാമത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷമായിരുന്നു. അതും തെറ്റാണ്. വിശിഷ്ടാതിഥികളായി മറ്റ് രാജ്യത്തലവന്മാർ ഉണ്ടായിരുന്നില്ല. ആ പ്രസ്താവന ശരിയാണ്. 79ാമത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷമായിരുന്നു. അതും ശരിയാണ്. അപ്പോൾ 3ഉം 4ഉം ആണ് ശരി. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി. 2025 വർഷത്തിൽ പ്രസിദ്ധപ്പെടുത്തിയ ആഗോള പട്ടിണി സൂചിക അനുസരിച്ച് ഏറ്റവും ദരിദ്രമായ രാഷ്ട്രം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, സൊമാലിയ. ഇന്ത്യ ആദ്യ വനിതാ ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയപ്പോൾ ടീം ക്യാപ്റ്റൻ ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ സി, ഹർമൻ പ്രീത് കൗർ. ഇന്ത്യയുടെ ആദ്യത്തെ എക്സ്റേ പോളറിമീറ്റർ ഉപഗ്രഹമാണ് എക്സ്പോസാറ്റ്. എക്സ്റേ പോളറിമെട്രി സാങ്കേതിക വിദ്യ വഴി എക്സ്പോസാറ്റിന് പഠന വിധേയമാക്കാൻ കഴിയാത്ത ആകാശ വസ്തുക്കൾ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ എ, എക്സോ പ്ലാനറ്റുകളും ധൂമകേതുക്കളും. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി 2005 പ്രഖ്യാപിച്ച ഏത് മിഷനാണ് ഇന്ത്യയുടെ അയൺ ഡോം പോലുള്ള പ്രതിരോധ സംവിധാനമായി വിശേഷിക്കപ്പെടുന്നത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി, മിഷൻ സുദർശൻ ചക്ര. പ്രശസ്ത ചരിത്രകാരൻ MGS നാരായണനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? പ്രസ്താവനകൾ നോക്കാം. ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ചിന്റെ ചെയർമാനായിട്ടുണ്ട്. അത് ശരിയാണ്. പെരുമാൾസ് ഓഫ് കേരള എന്ന പ്രശസ്ത ഗ്രന്ഥം രചിച്ചു. അതും ശരിയാണ്. കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയിട്ടുണ്ട്. അതും ശരിയാണ്. 2025 ഏപ്രിൽ 26 അന്തരിച്ചു. ഈ പറഞ്ഞ 4 പ്രസ്താവനകളും ശരിയാണ്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. നിലവിലെ കേരള കർഷക കടാശ്വാസ കമ്മീഷൻ ചെയർമാൻ സ്ഥാനം വഹിക്കുന്നത് ആര്? ഉത്തരം ഓപ്ഷൻ ബി, കെ എബ്രഹാം മാത്യു. അടുത്ത ചോദ്യം നോക്കാം. പുനർനാമകരണം ചെയ്യപ്പെട്ട കേരള ഗവർണറുടെ ഔദ്യോഗിക വസതി ഇപ്പോൾ അറിയപ്പെടുന്നത് ഏതു പേരിലാണ്? ഉത്തരം ഓപ്ഷൻ സി, ലോക് ഭവൻ. ഗവർണറുടെ ഔദ്യോഗിക വസതി ഇപ്പോൾ ലോക് ഭവൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. 2030 കാർബൺ ബഹിർഗമനം കുറയ്ക്കുന്നതിനായി ഇന്ത്യ പ്രഖ്യാപിച്ച പദ്ധതി ഏതാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, നാഷണലി ഡിറ്റർമിൻഡ് കോൺട്രിബ്യൂഷൻ NDC. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ റിപ്പോർട്ട് പ്രകാരം ഗുണനിലവാരമില്ലാത്ത ഓറൽ കഫ് സിറപ്പിൽ അടങ്ങിയിരിക്കുന്ന വിഷകരമായ സംയുക്തം ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഡൈ എഥിലിൻ ഗ്ലൈക്കോൺ. 2025 പത്മഭൂഷൺ ബഹുമതി ലഭിച്ച മലയാളിയായ കായിക താരം ആരാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, PR ശ്രീജേഷ്. ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ, ജസ്റ്റിസ് സൂര്യകാന്ത്. കാർബൺ ന്യൂട്രൽ കൃഷിരീതി നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, കേരളം.
അടുത്ത ചോദ്യം, യുനെസ്കോയുടെ നേതൃത്വത്തിൽ ഐക്യരാഷ്ട്രസഭ ഏത് വർഷത്തെ അന്താരാഷ്ട്ര ക്വാണ്ടം ശാസ്ത്ര സാങ്കേതിക വർഷമായി ആചരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ സി 2025. 2025 ഏപ്രിൽ മാസം പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ ആക്രമണത്തിന് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് നിർദ്ദേശിച്ച വ്യക്തി ആരാണ്? തന്നിരിക്കുന്ന ഓപ്ഷനിലുള്ള ആരുമല്ല ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് നിർദ്ദേശിച്ചത് നരേന്ദ്രമോദിയാണ്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, ഇവരാരുമല്ല. ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് താഴെ പറയുന്നവയിൽ ആരാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, അജിത് ഡോവൽ. ഇന്ത്യയുടെ നിലവിലെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം.